ചെയ്തിട്ടുള്ള കുട്ടികൾ. അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. എന്താണ് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പറയാൻ പറ്റുന്ന കാര്യമാണോ? ആക്ഷേപിച്ച പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. റാഗിങ് ഇഷ്യൂസ് ആയിരുന്നു കൂടുതലും. പിന്നെ ഇപ്പോഴും കൂടുതലും പറയുന്ന ലോൺ ആപ്പിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പ്രിൻസിപ്പലിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈൻറ്റ് എനിക്ക് സൈബർ സെല്ല് വഴി കോൾ റെക്കോർഡർ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കോളും റെക്കോർഡാണ്. എല്ലാ ബുദ്ധിമുട്ടും പറയുമായിരുന്നു. പോയത് സെപ്റ്റംബറിലാണ്. അതിനുശേഷം ആദ്യം ഇവിടേക്ക് വരുന്നത് സീനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലേ? ആ പരാതി, സീനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തു എന്നുള്ള പരാതിയോ മറ്റോ പറഞ്ഞിരുന്നു. അത് ഈ പ്രിൻസിപ്പളല്ല, ട്രാൻസ്ഫർ ആയി പോയിരുന്നു, വേറൊരു പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ ഇത് പുതിയതായിട്ട് വന്ന ഒരാളാണ്. വെഞ്ഞാറമൂടാണ്, ആറ്റിങ്ങലല്ലേ, അല്ല ട്രിവാൻഡ്രം സ്വദേശിയായതുകൊണ്ട് ഇതിനെ ഞാൻ ഓക്കെ കൊണ്ടുപോകും. എന്നിട്ട് ഇപ്പോഴീ HOD ഇങ്ങനെ സംസാരിച്ചല്ലോ, അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് നല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ്. അത് പോയതിന്റെ അന്ന് തൊട്ടേ പറയണുണ്ടായിരുന്നു. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ. അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. എന്താണ് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പറയാൻ പറ്റുന്ന കാര്യമാണോ? ആക്ഷേപിച്ച പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. ചിരിക്കാത്ത കുട്ടികളെ ഇയാൾ അടിക്കും. ഈ മുതിർന്ന കുട്ടികളെ അയാൾ അടിക്കും. അയാൾ ചിരിക്കണം. ഇപ്പം ഇവനെന്നല്ല, ഏത് ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്ന ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. ലാസ്റ്റായിട്ടൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. വ്യാഴാഴ്ചയാണ് വിളിക്കുന്നത്. 8 മണിക്ക് വിളിച്ചായിരുന്നു. പിന്നെ ബർത്ത്ഡേ ചേച്ചിയുടെ മോൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വിളിച്ചായിരുന്നു. 11:30 വരെ വിളിച്ചു. കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ ആയിരുന്നു. ഇല്ല. ഇതിനൊരു വട്ടം പനി വന്നതിന് ശേഷം ഈ ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്ക് കിടത്തിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സ് ഇവന് പനി വന്നിട്ട് 2 പിള്ളേരെ വിട്ടായിരുന്നു. ആ കുട്ടികൾ ബില്ല് എന്തോ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് ഞാനാണ് അയച്ചു കൊടുത്തത്. 800 രൂപ എന്തായിരുന്നു, 1000 രൂപ അയച്ചിട്ട് ബാലൻസ് എനിക്കത് അയച്ചു തന്നു. ലാസ്റ്റ് ആ പിള്ളേർ പോയി. പിന്നെ BSc നഴ്സിങ്ങിലുള്ള സ്റ്റുഡൻസാണ് ഇവന് പിന്നെ തിരിച്ച് സിക്ക് റൂമിനകത്ത് കൊണ്ടാക്കിയത്. ഇവൻ ആ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവരെ പുറത്ത് നിർത്തി വേണം പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ ബാഗ് അവൻ്റെ കബോർഡ് ലോക്ക് ചെയ്തിരുന്നുകൊണ്ട് കബോർഡ് എല്ലാം കൊണ്ട് സിക്ക് റൂമിനകത്താണ് വെച്ചിരുന്നത്.